ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവാത്തതോ നീ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവാത്തതോ അതൊന്നും ഒരു പ്രശ്നമല്ല. സത്യം എന്ന് ഒന്നുണ്ടല്ലോ, അത് നീ തിരിച്ചറിയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അമ്മയുടെ പ്രശ്നം. സ്വന്തം കൈക്കുഞ്ഞ് ആപത്തിലേക്ക് നടന്നു പോകുമ്പോൾ അതങ്ങനെ അങ്ങ് പൊയ്ക്കോളൂ എന്നും പറഞ്ഞ് ഒരമ്മയ്ക്ക് ഒതുങ്ങിയിരിക്കാൻ പറ്റുമോ? കൂടെ ഓടും, നിലവിളിക്കും. അങ്ങനെയല്ലേ നിന്നോടും അമ്മ? അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിന്റെ ചുവടുകൾ പിഴച്ചു പോകുന്നത് കാണുമ്പോ നെഞ്ചു കീറി ഉറക്കക്കിടന്ന് ഞാൻ നിലവിളിക്കുകയാണ്, ഓടി വന്ന് തടവുകയാണ്. അതൊന്നും കരുതിക്കൂട്ടിയോ ഓരോന്ന് ചെയ്യുന്നതല്ല. അമ്മേ, നാളെ രാവിലെ ജ്യോതിയുടെ കല്യാണമാണ്. ഇപ്പൊ നമുക്കെല്ലാം മനസ്സിൽ അത് മാത്രമേ പാടുള്ളൂ. സന്തോഷായിട്ട് ആ ചടങ്ങ് കഴിയട്ടെ. അത് കഴിഞ്ഞ് അമ്മയുടെ മുന്നിൽ ഞാൻ വന്നിരിക്കാം, സംസാരിക്കാം. അത് മതിയമ്മേ. കുറച്ചു നേരത്തേക്കെങ്കിലും നമുക്ക് തർക്കങ്ങളുള്ള കാര്യങ്ങളൊക്കെ മറക്കാം. എന്നിട്ട് അമ്മയും ചേച്ചിയൊക്കെ ആയി അവളുടെ കൂടെ നിന്ന് അവളെ നമുക്ക് യാത്രയാക്കാം. ചെറുതാണെങ്കിലും ഞാൻ കയറി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഫംഗ്ഷനാ. അത് ഗംഭീരാക്കണ്ടേ നമുക്ക്? വേണ്ടേ അമ്മേ? തർക്കങ്ങൾ തുടങ്ങിയതിൽ പിന്നെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്നിട്ടില്ല. അമ്മ എന്നെ തലോടിയിട്ടില്ല. അമ്മക്കറിയല്ലേ, നമ്മൾ സന്തോഷത്തിലാണെന്ന് ഞാൻ പറഞ്ഞു.